ഇങ്ങനെ വസിപ്പതിനെന്തുക അങ്ങനെയുള്ള അവിടുന്ന് എന്റെ ഉദരത്തിൽ വന്ന് ജനിക്കാനുള്ള കാരണം എന്താണ് എന്ന് കൗസല്യാദേവി ഭഗവാനോട് ചോദിക്കുകയാണ്. ഭക്തന്മാർ വിഷയമല്ലാതൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധമായി എനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായത്യർത്ഥം ഭവിക്കുന്നേ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. കാരുണ്യത്താൽ നിത്യമുഷ്കാമ്പിൽ വസിക്കേണമി കാണാകിയ രൂപം ദുഷ്ടതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായിരമാം ലക്ഷ്മീപതേ. കേവലമൗലികം വൈഷ്ണവമായ രൂപം ദേവേശാമറക്കേണം മറ്റുള്ളോർ അതായത് ഈ രൂപം മറ്റുള്ളവരൊക്കെ കാണുന്നതിന് മുമ്പേ മറക്കൂ. എന്നിട്ട് അങ്ങയുടെ ആ ബാലരൂപം എനിക്ക് പുഞ്ചിക്കാനും കളിപ്പിക്കാനും കാണിക്കാനും ഒക്കെ ആയിട്ട് ആ ബാലരൂപം കാണിച്ചു തരുമെന്ന് പറയാണ്. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാമറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാടനാശേഷാദ്യരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാത്മകം. ഭക്തി കൊണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ വിളിക്കണമേ, മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച നമുക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഇപ്പൊ വരും എന്ന് പറയാണ് ഭഗവാൻ. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം കൊണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മ അതായത് മുൻപുള്ള ജന്മത്തില് നിങ്ങള് ഞാൻ പുത്രനായിട്ട് ജനിക്കണം എന്ന് വിചാരിച്ച് എന്നെ സേവിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറക്കാനുള്ള കാരണം എന്ന് ഭഗവാൻ പറയാണ്. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതമാകിയ വേഷത്തെ കാട്ടി തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊണ്ടെന്നാൽ വന്നേടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിക നമ്മിലെ സംസാരമിതാതനാൽ പഠിക്കതാൻ കേൾക്കതാൻ അതായത് ഇത് കേൾക്കുന്നതോ പഠിക്കുന്നതോ വായിക്കുന്നതോ ഒക്കെ ചെയ്താൽ പോലും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മരണയും ഉണ്ടാം. അതായത് മരണ സമയത്ത് രാമായണം വായിച്ചൊക്കെ കേൾപ്പിക്കുന്നതൊക്കെ വളരെ പുണ്യമാണ്. ആ സമയത്ത് വേറെ ചിന്തയൊന്നുമില്ലാതെ ഭഗവാന്റെ നാമം കേട്ട് മരിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മം അതിലെ ഗുണമുണ്ടാവും എന്നാണ്. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു പറഞ്ഞിട്ട് ബാലഭാവത്തെ പൂണ്ടു ഭഗവാൻ. സത്വരം കാലും കയ്യും കുളഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാത്മാ ചന്ദ്രചൂടാരവിന്ദമിന്ദിരവൃന്ദാരകവൃന്ദവന്ദിതൻ ഭുവി വന്ന് അവതാരം ചെയ്താൻ. നന്ദനനുണ്ടായിരുന്നാശു കേട്ടൊരു വന്തിസ്യന്തനനഭ പരമാനന്ദ കുലനായാൻ. ജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായു കൈകേയീസുതൻ വിറ്റെന്നാളും
സുമിത്രാപുത്രന്മാരായുണ്ടായി ഇരുവരും അമിത്രാന്തകൻ ദശരഥനു യഥാവിധി ചെയ്തിരു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തിരു സന്തോഷം കൊണ്ട ശുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഖ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം വിണ്ണവർ നാട്ടിലുണ്ടാം ഇതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സ്വർണ്ണ നാമകരണമാണ്. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യം എന്നോർത്തു വസിഷ്ഠനും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സർവമാന ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് കുട്ടി ഉണ്ടാകുന്നതും നാമകരണം ചെയ്യുന്നതും നാമകരണം ചെയ്യുമ്പോൾ നമ്മൾ ഏതെല്ലാം തരത്തിൽ ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള പേരുകളുണ്ടല്ലോ. ദാഹം കൊണ്ട് അമ്മ പിടിച്ചു വലിച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണഹരെ കരുതൂത് പിടിച്ചു വലിച്ചപ്പോൾ ദാമോദരനായിട്ട് നാമം ധരിച്ചവനായിട്ട് നിന്നതുകൊണ്ടാണ് ദാമോദരൻ എന്ന് പേര് വന്നത്. അപ്പോൾ പേര് കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോ നമുക്ക് അതുപോലെ ഏത് പ്രായത്തിലും സാവിത്രി, കൃഷ്ണൻ, ഗോവിന്ദൻ എന്നൊക്കെ പേരിട്ട ഏത് പ്രായത്തിലും നമുക്ക് വിളിക്കാൻ. ഇപ്പോൾ ഞങ്ങളുടെ പേരൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പേരുകളാണ്. അപ്പോൾ പേരിടുമ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള ശ്രദ്ധിക്കുക എല്ലാം നമുക്ക് രാമായണത്തിലുള്ള സർവമാന കാര്യവും മനുഷ്യൻ എന്തെല്ലാം വേണ്ടോ അത് മുഴുവൻ ഇതിനകത്ത് സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യം എന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയീതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. അതായത് പേരിട്ടത് മുഴുവൻ ദീർഘദർശിയായ മുനിയാണ്. മുനി എന്ന് പറഞ്ഞാൽ മൗനമായിട്ടിരിക്കുന്നവൻ എന്നുള്ളതാണ് അതിൻ്റെ. മൗനമായിട്ടിരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും മെഡിറ്റേഷൻ അറിയാമല്ലോ. ആ മെഡിറ്റേഷനിൽ കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു കിട്ടും. മുനി എന്ന് പറഞ്ഞാൽ മൗനമായിട്ടിരിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ദീർഘവീക്ഷണമുണ്ടാവും. അതാണ് പറയുന്നത് ഭരണ നിപുണനാകും ഇവൻ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഭരതൻ എന്ന് പേരിട്ടത്. ലക്ഷ്മണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമഭൂമി പുര ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ഇവൻ ശത്രുവൃന്ദത്തെ നശിക്കും അധർമ്മത്തിനെതിരെ സമരം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നു സുമിത്രാത്മജാപരജനും നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചേവം ഭൂമിപാലനും. ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമൂതം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീഴുന്നു. പായസാംശാനുസാരവശാൻ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമതാപാംഗവീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്തവർണ്ണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷ ആനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധുരദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താംബുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയാനനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ ഇങ്ങനെയൊക്കെയാണോ സന്തോഷിപ്പിച്ചത് എന്നാണ് പറയുന്നത്. താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ബാലദേശാന്തേ സ്വർണാശ്വത്ഥവർണ്ണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും പുരളവും അഞ്ജനമണിഞ്ഞതിൽ മഞ്ജുളകരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം പിന്നീടുന്ന സ്വർണദർപ്പണസമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടങ്കാത്തസ്വരമണികൾ മധ്യേ മധ്യേ
കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ടു വിസ്തൃതോരസി ചേർത്തു ചാർത്തും തുളസി മാല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ചന വിലാസവും അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും പുലിയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്തു ഒരലങ്കാരത്തെ ചേർത്തു. ഈ 4 കുമാരന്മാരും കൂടി കുടിച്ചെന്നാണ് പറയുന്നത്. അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി മേലിക്കുനാഥൻ അധിവാസമുണ്ടായോരയോധ്യയിൽ മാലിന്യമാരും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിടും ലോകവും ആനന്ദിച്ചു. തുടർന്ന് അവരുടെ ബാല്യവും കൗമാരവുമാണ്. ദമ്പതിമാരെ ബാല്യം കൊണ്ടേ വഞ്ചിപ്പിച്ചു. നമ്മളൊക്കെ അനുഭവിച്ചതാണ്. നമ്മൾ കുട്ടികളെ കുഞ്ഞായിരിക്കുമ്പോ അവരുടെ കയ്യും കാലുകൊണ്ടുള്ള കളിയും ചിരിയും ഒക്കെ നമ്മൾ അതുപോലെ ഈ രാമലക്ഷ്മണന്മാര് ദമ്പതിമാരെ ബാല്യം കൊണ്ടേ വഞ്ചിപ്പിച്ചു. സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിരുമെന്നേ നന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം വനിച്ചിരുവാരന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളശ്രമമെല്ലാം കുഞ്ഞുനാളിൽ അവർ പഠിച്ച കാര്യങ്ങളാണ്. നമുക്കിപ്പോഴും ഇതൊന്നും പറയാൻ പറ്റില്ല. സ്മൃതികള്, അംഗങ്ങൾ, ഉപാംഗങ്ങൾ, സ്മൃതികളും ഉപസ്മൃതികളും ഇതെല്ലാം കുഞ്ഞുനാളിലെ തന്നെ ഇത് പഠിച്ചിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞുനാളിലെ നമ്മൾ കുട്ടികളിലെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മൾ ഈ പഠിപ്പിക്കുന്നതെല്ലാം ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപകരിക്കും. ജീവിത വിജയത്തിൽ ഒരു കാരണവശാലും ഉപകരിക്കില്ല എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഭൗതികമായ കുറെ സംഗതികളൊക്കെ ഉണ്ടായതുകൊണ്ട് ജീവിത വിജയം ഉണ്ടാവില്ല. ഈ നമ്മൾ ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള അമേരിക്കയിലാണ്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തത്. ഇന്നല്ല അത്രയും ഉന്നതമായിട്ടിരുന്ന ആൾക്ക് പോലും ശാന്തിയും സമാധാനവും സന്തോഷവും കൊടുക്കാൻ സാധ്യമല്ല നമ്മുടെ ചുറ്റുമുള്ള ഒന്നിനും. പറഞ്ഞതല്ലേ, ഇതിൽ കൂടെ മാത്രമേ നമ്മൾ ഈ സാധനമൊക്കെ നമുക്ക് ഭാരതത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ലോകത്ത് ഒരു സ്ഥലത്തും കിട്ടില്ലായിരുന്നു. നമ്മൾ ഭാരതത്തിൽ പോയാൽ മാത്രമാണ് വേദേതിഹാസ സംസ്കാരം, ശാന്തിയും സമാധാനവും നമ്മളുടെ തിരിച്ചറിയുന്ന. മറ്റുള്ളതൊക്കെ നമുക്ക് എവിടെയും കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് നമ്മളെ തിരിച്ചറിയാൻ, നമ്മൾ ആരാണെന്ന് അറിയാൻ ഉള്ളതാണ്. അത് നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം വനിച്ചിരുമാരന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങൾ വാംഗങ്ങൾ സ്മൃതികളാശ്രമമെല്ലാം പാഠമായതു വാർത്താലെന്തരദ്ഭുതമവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെ. അവരുടെ ശ്വാസം തന്നെയാണതാണ്. സകല ചരാചര ഗുരുവായും അരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായും ചമഞ്ഞിടും. സകല ചരാചര ഗുരുവാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇപ്പോ വസിഷ്ഠന്റെ ശിഷ്യനായിരിക്കുകയാണ്. അതാണ് പറയുന്നത്. അത് ഭാഗ്യമാണെന്നാണ്. തനിക്കൊരു ഗുരുവായി സഹസ്രവക്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ സഹസ്രവക്രോത്ഭവപുത്രൻ ആണ്. സഹസ്രവക്രോത്ഭവൻ എന്ന് പറഞ്ഞാൽ താമരയിൽ ജനിച്ചതാണ് സഹസ്രവം. അതിന്റെ പുത്രൻ താമരയിൽ ജനിച്ചു ബ്രഹ്മാവിന്റെ പുത്രൻ നാരദന്റെ പുത്രനാണ് വസിഷ്ഠൻ. അതാണ് ഒറ്റ വരിയിൽ തന്നെ പറയുന്നത്. സഹസ്രവക്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തൊല്ലാവ. ആ വസിഷ്ഠന്റെ ഭാഗ്യം എത്ര ഇതാണെന്നാണ് പറയുന്നത്. ഭഗവാൻ തനിക്ക് ശിഷ്യനായിട്ട് വന്നതിന് ധനുർവേദാംഭോനിധിവാരകന്മാരായി വന്നു. തനയന്മാരെന്നതു കണ്ടു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം കൊണ്ടു.
മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാൽ അതുപോലെ കോമളന്മാരായി നീവും ഭരതശത്രുഘ്നന്മാർ സാന്നിധ്യഭാവം കൈക്കൊണ്ടാൽ അനുദിനം രാഘവൻ അതു കാലമേകഥാ കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംവിധായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നേടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്താൻ. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ പേരാണ് ഹരിണ ഹരി കരി കരടി ഗിരി ഗിരി ചരി ചാർദൂലാദികളമിതവന്യമൃഗം. വധിച്ചുകൊണ്ടു ഇത്രയും മൃഗങ്ങളെ വധിച്ചുകൊണ്ടു വന്നു ജനകങ്കാക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഉഷസ്സുഷസ്സുദ്ധായ കുളിച്ചു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനകിമാചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്നു പൗര്യകാര്യങ്ങളെല്ലാം ചിന്തിച്ചു തെണ്ട നീതി നീങ്ങാതെ ലോകം തങ്കൽ സമരവും രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃതഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങളേതു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാനിത്യം പരമൻ പരാവരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി പാലകവൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കാങ്കിലോ പരമാർത്ഥമേകുമേ ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാനന്ദ ആനന്ദന എന്തൊരു മഹാമായ വൈഭവം. ചിത്രം ചിത്രം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ. വായിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ചേട്ടാ നമസ്കാരം. ഓൺലൈനിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഭാഗം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇത് പറയുന്നതാണ് നമ്മൾ തുടങ്ങിയത്. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവരും കൈവല്യം ഒരു നാളും. സ്വാധ്യായം അതായത് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്വാധ്യായം ഉണ്ടെങ്കിലാണ് ഇതേപോലുള്ള പുരാണിക ഇതിഹാസങ്ങള് സ്വയം ആയിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായം തപസ്സ ദാനം യജ്ഞം ഇത്യാദി കർമ്മങ്ങൾ ഒന്നുമേ സാധ്യമല്ലൊരുവനും കൈവല്യം അതായത് മോക്ഷം എന്ന്. ഭക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ അളവില്ല. ഭക്തി കൊണ്ടല്ലാതെ കണ്ട് ഭഗവത് ഭക്തി കൊണ്ട് മാത്രമാണ് മോക്ഷം ഉണ്ടാവുള്ളൂ എന്ന് നോക്കിയാൽ നിന്തിരുവഴി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തൊരു വസ്തു, അതായത് അവിടുന്ന് മനസ്സിലില്ലാതെ കണ്ട് എന്തെല്ലാം ലോകത്തിലുണ്ടെങ്കിലും തിരുവഴി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം ഉറുത്തിരിക്കാരം എന്ന് പറയാണ്.
ബ്രഹ്മാവിന്റെ അടുത്ത് നിന്നിട്ട് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് അതിന് കാരണം പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു വിക്കലും ജഗത്പതേ. അതായത് ഒരു മനുഷ്യന് ഈ പറഞ്ഞ പോലെ നിഗ്രഹശക്തിയുണ്ട്, അനുഗ്രഹശക്തിയുണ്ട്. രാവണൻ എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു, അധികവും നിഗ്രഹശക്തിയായിരുന്നു മാത്രം. ചിത്തശുദ്ധിയോടെ എന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതിയായിരുന്ന ആ പ്രജാപതി ചിത്തശുദ്ധിയോടുകൂടിയിട്ട് എന്നെ കുറെ കാലം സേവിച്ചു. അങ്ങനെ രക്തമായിരു വരം സുപ്രസന്നേനമയ ഞാനും വരം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കശ്യപൻ ദശരഥ നാമ രാജന്യേന്ദ്രനായി കശ്യപീവരെ കിട്ടഞ്ഞാവിധാതാവേ ബ്രഹ്മാവിനോട് പറയാം, തസ്യ വല്ലഭയാകും അഗ്നി വത്സന്റെയും തസ്യാത്മജയായി വന്നു ഞാൻ ജനിച്ചിടും എന്ന് ഭഗവാൻ വരം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ വന്ന് ജനിക്കാൻ ഇടയായത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. തുടർന്ന് ആണ് ഉത്തരകാമേഷ്ടി യാഗം. നമ്മള് ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുൻപേ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ആകപ്പെടണം. അതിന് സൽക്കർമ്മങ്ങൾ ഒക്കെ ചെയ്യണം. അതാണ് ഈ ഉത്തരകാമേഷ്ടി യാഗത്തിൽ കൂടെ പറയുന്നത്. അമിത ഗുണവാനാണെന്ന് ഭഗവതി ദശരഥൻ അമരൻ അയോധ്യാമർഹിമതി ധർമാത്മാവീരൻ അമരകുലവര തുല്യനാം സത്യപരാക്രമണങ്കരൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയതും കൗകേയിയും സൗമിത്രയും ഭാര്യമാരിവരോടും ചേർത്ത് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതൻ. അപ്പൊ ഇങ്ങനെയൊക്കെ അവർ കഴിയുമ്പോഴും മനസ്സമാധാനമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ല, ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും അനവത്യത്വ ദുഃഖം, കുട്ടികളില്ലാത്ത ദുഃഖമാണ്. ആ ദുഃഖത്തിൽ അവര് കഴിയുമ്പോഴാണ് ഇങ്ങനെ വസിഷ്ഠൻ ദശരഥ മഹാരാജാവിൽ നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ് വസിഷ്ഠൻ. വൈകാതെ വരുത്തണം ആരെ? ഋഷ്യശൃംഖനെ. ഉത്തരകാമേഷ്ടി യാഗം നടത്തണം. ഉത്തരകാമേഷ്ടി ഇഷ്ടി എന്ന് പറഞ്ഞ യാഗമാണ്. എന്നിട്ട് അതിന് യാഗശാലയൊക്കെ പണിത് യാഗം നടത്തി. ആ യാഗം നടത്തുമ്പോഴാണ് ആ യാഗശാലയിൽ നിന്ന് ഹേമമാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിയാൻ മഞ്ജീരേവൻ. പായസം കഴിച്ചാൽ ഉണ്ടാവോ എന്നൊക്കെ സംശയം. ഇത്രയൊക്കെ അത്യന്താധുനികത്തിലേക്ക് എത്തി കുറച്ച് കഴിയുമ്പോൾ അതിനെല്ലാം വരുന്നുണ്ടാവും. അതാണ് ഇപ്പോഴേ പറഞ്ഞു ചെയ്യുന്നത്. ഹോമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ മധ്യദേവൻ താവകന്മാർ പുത്രീയമി പായസം കൈക്കൊള്ളമീ ദേവ നിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും. അപ്പോ ആ പായസം ദശരഥ മഹാരാജാവ് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് ഭക്തിയും കൂടെ അത് സ്വീകരിച്ചു. എന്നിട്ട് കൗസല്യാദേവിക്ക് അർത്ഥം കൊടുക്കുന്ന പ്രകാരം അതിന്റെ പകുതി കൗസല്യാദേവി കൊടുത്തു. ശൈഥില്യാത്മനാപാതി നൽകിയാൻ കൈയേക്കും അതിന്റെ പകുതി കൈയേക്കും കൊടുത്തു. ഇവര് രണ്ടുപേരുടെയും ചെയ്തു. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തു. സുമിത്രയ്ക്ക് കൗസല്യാദേവി കൊടുത്തു. ഇത് കണ്ടുവന്നിരുന്ന കൈയേയും കൊടുത്തു, സുമിത്രയ്ക്ക് പകുതി. അങ്ങനെയാണ് ഈ 4 കുമാരന്മാരുണ്ടാവാനുള്ള. എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിരു മധുകാലം. അപ്പോഴേ തുടങ്ങി സോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഫലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലെ ഗർഭഛിന്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഇവരുടെ ഗർഭത്തിന്റെ ലക്ഷണങ്ങളൊക്കെ വർദ്ധിച്ചു വന്നു. പ്രേമം കൂടി ആർക്ക്? ഹൃദയത്തിന് സന്തോഷം കൂടി. പ്രണയിനിമാർക്കുള്ള ആഭരണ ഭാര്യ എന്തുമാത്രം ആഭരണങ്ങൾ അണിച്ചിട്ടുണ്ടോ അതുപോലെ പ്രജകൾക്കും
ബ്രാഹ്മണർക്കും പ്രജകൾക്കും ഭൂമിക്കും ദേവന്മാർക്കും ഒക്കെ ദാനം ചെയ്തു എന്നാണ്. അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോന്നും അല്പപാണികൾക്കും വർദ്ധിച്ചു തേജസ്. ആ ഗർഭം തോന്നുന്നതനുസരിച്ച് ഇവരുടെ തേജസ് കൂടി. സീമന്ത പുംസവനാദി, അതായത് ഗർഭകാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അത് ഷോഡശ ക്രിയകളിൽ പെടുന്നതാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ ശ്രീരാമന്റെ അവതാരമാണ്. തുടർന്ന് അവരുടെ പേരിട്ടു. അത് കണ്ട് കൗസല്യാദേവി ശ്രീരാമന്റെ അവതാരത്തെ കണ്ട് സ്തുതിക്കുന്നു. പിന്നെ അവരുടെ ബാല്യവും കൗമാരവും അവരുടെ കളിയും ചിരിയും ഒക്കെയാണ് പിന്നീടുള്ള ഭാഗം. ഇനിയിപ്പോ